ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടി പഞ്ചായത്തിലെ 6 സോണുകളിലും തെരച്ചിൽ വൈകിട്ട് അവസാനിപ്പിച്ചു. നാളെ രാവിലെ മുതൽ തെരച്ചിൽ തുടരും. ഭൗമശാസ്ത്ര വിഭാഗത്തിന്റെ പഠനം ആദ്യഘട്ടം പൂർത്തിയായി. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. വയനാട് മേപ്പാടിയിലെ ദുരന്തഭൂമിയിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടന്നത്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിലും ചാലിയാറിന്റെ തീരങ്ങളിലെ നിലമ്പൂർ വനമേഖലയിലുമാണ് തെരച്ചിൽ വ്യാപകമായി നടന്നത്. ചൂരൽമല ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. വ്യാപാരികളെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രിതല ഉപസമിതി ഉറപ്പു തന്നിട്ടുണ്ടെന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ് ജോജിൻ ടി ജോയ് പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ കടകൾക്ക് നാശനഷ്ടമുണ്ടായ കടകളുടെ വിവരശേഖരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഗവൺമെന്റിനോടും ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിസഭാ ഉപസമിതിയോടും ആവശ്യപ്പെട്ടിരുന്നു. ഇവിടുത്തെ വ്യാപാരികൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. മുണ്ടക്കൈ പ്രദേശത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി ഒലിച്ചുപോയി. ചൂരൽമല പ്രദേശത്തെ 10-20ഓളം വ്യാപാര സ്ഥാപനങ്ങൾ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ അടിത്തറ പോലും ഇല്ലാത്ത രീതിയിൽ ഒലിച്ചുപോയിട്ടുണ്ട്. 60ഓളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നാശനഷ്ടം സംഭവിച്ച സ്ഥിതിയാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും പ്രദേശത്തുമുള്ളത്. മന്ത്രിസഭാ ഉപസമിതിയോട് നമ്മൾ പറഞ്ഞിരുന്നു, അതൊരു നാശനഷ്ടത്തിൽ വ്യാപാരികളുടെ നാശനഷ്ടം ഉൾപ്പെടുത്തണം. ദുരന്തമുണ്ടായ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളെക്കുറിച്ചുള്ള പരിശോധന ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ തുടരുന്നു. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും തുടരുകയാണ്. ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ തല പ്രവർത്തനങ്ങളും തുടരുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.